ആരാ? മനസ്സിലായില്ലല്ലോ. ആ ആദി, നീയായിരുന്നോ? ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നോടാർന്നോടാ. അച്ഛാ, ഇതെന്റെ സുഹൃത്ത് ആദി. ഇവൻ നാളെ മുതൽ ഇവിടുത്തെ സ്റ്റേഷനിൽ ഇൻസ്പെക്ടറായി ചാർജ് എടുക്കാൻ പോകുന്നു. വാ, കേറി വാടാ. നിന്റെ അച്ഛൻ ഇപ്പോഴും പൂജയും മന്ത്രവാദമൊക്കെ ആയിട്ട് നടപ്പാണോ? ആളിപ്പോ അത്ര കുഴപ്പക്കാരനല്ല. എന്തായാലും അച്ഛൻ പ്രവചിച്ച കാര്യങ്ങൾ ഇന്ന് വരെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് അച്ഛനെ വളരെ വിശ്വാസമാണ്. ഇനിയിപ്പോൾ നീ വേറെ വീടൊന്നും അന്വേഷിക്കാൻ പോകണ്ട. ഈ നാട്ടിൽ നീ ഉള്ളിടത്തോളം കാലം നിനക്കിവിടെ കഴിയാം. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. എന്നാ ശരി, നീ പോയി കിടക്ക്. എന്നാ ആയിക്കോട്ടെ. എന്നാ ശരി, നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ്. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നിന്റെ വരവ് ഏതോ ദുർനിമിത്തങ്ങളുടെ തുടക്കമാണ്. ഈ ശിവപുരിയിലെ ജനങ്ങൾ ഇതുവരെ കാണാത്ത, അനുഭവിക്കാത്ത എന്തോ നിന്നരികിൽ. അത് പേടിപ്പിക്കാതെ ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ പോയിക്കൊള്ളാം. ശിവപുരിയുടെ മേൽ ഒരു കരിനിഴൽ പടരുന്നത് ഞാൻ അറിയുന്നു. കഴിയുമെങ്കിൽ പൂജാമുറിയോട് ചേർന്നുള്ള മുറിയിൽ പോയി കിടക്കുക. ആദി, ആദി, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആത്മാക്കൾ ഇഷ്ടപ്പെടുന്നവരോടും ശത്രുക്കളോടും കൂടെ തന്നെ ഉണ്ടാകും. ഒരാത്മാവ് മോനോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു. അത് മോൻ വന്നതേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. പക്ഷേ അതറിഞ്ഞതിന് ശേഷമേ ആത്മാവ് മോൻ്റെ അരികിൽ നിന്ന് പോകൂ.
വിനേട്ടാ 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 എടാ മനുവേ, ഞാനടാ അമ്മാവൻ. ആ അമ്മാവനായിരുന്നോ? നീ എന്തിനാടാ എന്നെ കണ്ട് ഭയന്നോടിയത്? എന്റെ പൊന്നമ്മാവ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ മനയിലുണ്ട്. മോളെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ബന്ധുക്കളുടെ വീട്ടിൽ വന്നാവും അല്ലേ? യുവരിക്കുമേൽ കരിനേഴൽ പടരുന്നു. രക്തം രക്തത്തെ കൊല്ലും. നിഷ്കളങ്കമായ പെൺകുട്ടി മാനവും ദേഹവും നഷ്ടപ്പെട്ട് മരണത്തിന് കീഴടങ്ങും. ദുർമരണങ്ങൾ അനവധി അരങ്ങേറും. ഇതുവരെ നല്ലത് മാത്രം പറഞ്ഞ ഭഗവതി, ഇത് ആദ്യമായി അതിലും വലിയൊരു വിപത്തിന്. എന്റെ ഭഗവതി, നീ തന്നെ തുണ. എന്താ അമ്മാവാ കുഴപ്പം? അരുൾ ചെയ്തത് കേട്ടില്ലേ? അദ്ദേഹം പ്രവചിച്ച കാര്യങ്ങൾ ഫലിക്കാതിരുന്നിട്ടില്ല. ഒന്നും സംഭവിക്കില്ല മുത്തശ്ശ. മുത്തശ്ശനെ പോലുള്ളവരുടെ പ്രാർത്ഥന ഭഗവതി കേൾക്കാതിരിക്കുമോ?